ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ തൃപ്പൂണിത്തറ സ്വദേശിയിൽ നിന്ന് 1 കോടിയിലേറെ രൂപ തട്ടിയ കേസിൽ പ്രതികൾ കൊച്ചിയിൽ പിടിയിലായി. തൊടുപുഴ വണ്ണപ്പുറം സ്വദേശി യാസിൻ, കൂട്ടാളി ആദിൽ എന്നിവരാണ് പിടിയിലായത്. ഒരു മാസത്തിനിടെ യാസിന്റെ അക്കൗണ്ടിലെത്തിയത് 3 കോടിയിലേറെ രൂപയാണ്. വിഷ്ണു സുരേഷുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വലിയ തട്ടിപ്പായിരുന്നുവല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഉന്മേഷ്, 1 കോടി രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിലാണ് ഹിൽ പാലസ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സൈബർ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു അന്വേഷണം. ഈ അന്വേഷണത്തിനൊടുവിലാണ് ഈ തട്ടിയെടുത്ത പണം അത് ചില ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ അവരുടെ അക്കൗണ്ട് രേഖകൾ പരിശോധിച്ചപ്പോഴാണ് യാസിനും ആദിലും അവരുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം എത്തിയതെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് ഒരു അക്കൗണ്ടിലേക്ക് മാത്രം 3 കോടി രൂപ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ മ്യൂൾ അക്കൗണ്ട് എന്ന രീതി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരുന്നു. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, അതായത് വാടകയ്ക്ക് ഇത്തരത്തിൽ അക്കൗണ്ട് നൽകി അവിടെ നിന്ന് അവരുടെ പക്കൽ നിന്ന് പണം വാങ്ങുന്നതാണ് ഈ രീതി. കമ്മീഷൻ അടിസ്ഥാനത്തിലൊക്കെ പണം ലഭിക്കുന്നതാണ് ഈ രീതി. മ്യൂൾ അക്കൗണ്ട് തട്ടിപ്പ് തന്നെ ഇവിടെ നടന്നു എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഒപ്പം ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പ് സംഘവുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.